ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനെ മാറ്റിയത് മുതൽ വീണ്ടും ഗ്രൂപ്പ് പോര് അതിശക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. വീണ്ടും ബി.ജെ.പിയുടെ തമ്മിലടി തെരുവോരങ്ങളിലേക്ക് എത്തിക്കുന്ന മട്ടിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. പല യോഗങ്ങളിലും തമ്മിൽ തല്ല് കസേരയടിയിലേക്കും ഒക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കെ സുരേന്ദ്രനെ മാറ്റി പരീക്ഷണാർത്ഥത്തിൽ വ്യവസായിയായ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്നതോടുകൂടി ഒരു മികച്ച ടെക്നോക്രാറ്റ് വന്നല്ലോ, അതുകൊണ്ട് സാങ്കേതികപരമായിട്ടുള്ള നേട്ടം കൂടി ബി.ജെ.പിക്ക് കരസ്ഥമാക്കാൻ കഴിയും എന്നൊരു വിചാരമാണ് ഉള്ളത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 3,42,000 വോട്ടുകൾ കരസ്ഥമാക്കി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 16,000 വോട്ടുകൾക്ക് മാത്രമാണ് ശശി തരൂരിനോട് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടത്. ആ ഒരു വിലയിരുത്തൽ, പ്രത്യേകിച്ചും അദ്ദേഹം നേമം അസംബ്ലി സെഗ്മെന്റിൽ 22,000 വോട്ടിൻ്റെ ലീഡ് നേടിയെടുത്തു. ഈ ഒരു കണക്കൂട്ടൽ കൂടി ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ അദ്ദേഹത്തിനെ നിലവിൽ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കിക്കൊണ്ട് നേമത്ത് അദ്ദേഹത്തിനെ തന്നെ 2026 മത്സരിപ്പിച്ച് ഒരു സീറ്റെങ്കിലും നേടിയെടുക്കാൻ ബി.ജെ.പി ശ്രമിക്കുന്നത്. ബി.ജെ.പിയുടെ ലക്ഷ്യം CPM-ഉമായുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ പരിപാടിയാണ്. അവർ തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. തൃശ്ശൂർ ലോക്സഭയുടെ കീഴിൽ വരുന്ന 3 സീറ്റുകളും തിരുവനന്തപുരത്തുള്ള ലോക്സഭാ സീറ്റുകളിൽ 2 പ്രധാനമായും ബി.ജെ.പി ഡിമാൻഡ് ചെയ്യുന്നതെന്ന് വളരെ വ്യക്തം. ഒപ്പം കാസർഗോഡും മഞ്ചേശ്വരവും, അവിടെ 2 CPIM 3-ാം സ്ഥാനത്തേക്കാണ് തള്ളപ്പെട്ടിരിക്കുന്നത്. ഈ 2 മണ്ഡലങ്ങളിൽ കൂടി ബി.ജെ.പി CPIM വോട്ട് കൃത്യമായി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയുള്ള നീക്കവും നടക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം 5-2 7 മണ്ഡലങ്ങളാണ് അവർ കൃത്യമായി കണക്കുകൂട്ടിയിരിക്കുന്നത്. പാലക്കാട് ആയിരുന്നാലും മറ്റേത് മണ്ഡലമായിരുന്നാലും ഇനി ബി.ജെ.പിക്ക് പിടിച്ചാൽ കിട്ടില്ല എന്നവർക്ക് ഉറപ്പായി കഴിഞ്ഞ ഒരു സാഹചര്യമാണ്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടം ഇനി ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിനെ കവച്ചു വയ്ക്കുന്ന രീതിയൊന്നും നടക്കില്ല. അവിടെ ഖഡ്ഗേവാറിൻ്റെ ചിത്രം സ്ഥാപിച്ചുകൊണ്ട് ഒരു വലിയ ശ്രമം സംഘപരിവാർ നടത്തിയെങ്കിൽ അതിനെ മുളയിലെ തന്നെ രാഹുൽ മാങ്കൂട്ടം നുള്ളിക്കളഞ്ഞു. ഇത്തരത്തിലാണ് പരിപാടിയെങ്കിൽ പാലക്കാട് നഗരസഭാ ഭരണം എല്ലാ തരത്തിലും നഷ്ടപ്പെടുന്ന രീതിയാണ്. ബി.ജെ.പിയുടെ ഉന്നം CPIM-ന്റെ OBC വോട്ടുകളിലാണ്. CPIM-ന് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന ഈഴവ വിഭാഗം ബി.ജെ.പിക്ക് കൃത്യമായി വോട്ട് ചെയ്യുന്നു എന്ന പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ടാണ് നിയമസഭാ പോരാട്ടത്തിന് ഇറങ്ങാൻ ശ്രമിക്കുന്നത്. വി മുരളീധരനും ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനുമൊക്കെ ഈഴവ വിഭാഗത്തിൽ നിന്നുള്ളവരായതുകൊണ്ട് തന്നെ അവരെ കൃത്യമായി മനസ്സിലാക്കി ഈഴവ വോട്ടുകൾ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയുള്ള സ്ട്രാറ്റജിയാണ് ഇപ്പോൾ അവലംബിക്കുന്നത്. അതിനോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനുമായുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ കൂടിക്കാഴ്ച ഏറെ ഫലം ചെയ്തു എന്ന വിലയിരുത്തലും ബി.ജെ.പിക്കുണ്ട്. എന്നാൽ അന്തിമമായി ഈ വർഗീയ പ്രീണനവും കച്ചവടവും കാരണം CPIM-നും ബി.ജെ.പിക്കും നഷ്ടം ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. വെള്ളാപ്പള്ളിയെ പുകഴ്ത്തി വർഗീയ പരാമർശം നടത്തിയതിൻ്റെ മണിക്കൂറുകൾക്കകം തന്നെ പിണറായി വിജയൻ ശ്രമിച്ചത് എന്തുകൊണ്ട് എന്നെല്ലാവർക്കും മനസ്സിലായി. ബി.ജെ.പിയും CPIM ചേർന്നാൽ CJP തന്നെ എന്ന് വെറുതെയല്ല കോൺഗ്രസ്സുകാർ കൃത്യമായി പറയുന്നത്.